ഞാൻ ചെയ്യാതെ വിട്ട നൂറുകണക്കിന് സിനിമകളാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഞാൻ ചെയ്തിരുന്നേ അത് വളിപ്പായി പോയത്. അത് ഞാൻ ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. 80കളുടെ ഒരു അവസാനത്തിലൊക്കെ ശ്രീനിവാസൻ ഒരു വർഷം 6, 7, 8 സിനിമകൾ എഴുതി. എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. സൂപ്പർ ഹിറ്റ് ഇപ്പം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമ എഴുതുന്നു, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമ എഴുതുന്നു. അങ്ങനെ ആ സമയത്ത് മാത്രം എഴുതിയ സിനിമകളുണ്ട്. ഒറ്റ വർഷം കൊണ്ടും 1.5 വർഷം കൊണ്ടൊക്കെ പൂർത്തിയാക്കി 8, 9 സിനിമകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പർ ഹിറ്റിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിലെല്ലാം കയറി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയെല്ലാം എഴുതിയിട്ട് അദ്ദേഹം ക്യാമറയോടെ പറയാൻ നിൽക്കുകയല്ല. ഇതിലെല്ലാം രസകരമായ ഇമ്പോർട്ടൻ്റായ വേഷങ്ങൾ, അതിന് എത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നുള്ളതല്ല, അത്രയും ഇമ്പോർട്ടൻ്റായ വേഷങ്ങൾ, മാർക്ക് ചെയ്യപ്പെടുന്ന വേഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു, സിനിമ എഴുതുകയും ചെയ്യുന്നു. പലപ്പോഴും തിരക്കഥയില്ലാതെ സിനിമ സെറ്റിലിരുന്ന് എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഓർമ്മയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ആസ് ഒരു ടാലൻറ്റഡ് സിനിമ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ സിനിമകളൊന്നും മോശം സിനിമയല്ല. അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് മലയാള സിനിമയ്ക്കും ചോദിക്കുമ്പോൾ അദ്ദേഹം കൈരളിയുടെ മറ്റൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ ചെയ്യാതെ വിട്ട നൂറുകണക്കിന് സിനിമകളാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഞാൻ ചെയ്തിരുന്നേ അത് വളിപ്പായി പോയത്. അത് ഞാൻ ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകൾക്കും ശ്രീനിവാസൻ ടച്ചും അതിൻ്റേതായ ഒരു മിനിമം ക്വാളിറ്റിയോ ഉണ്ടായിരുന്നു. എല്ലാം ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കുശാഗ്ര ബുദ്ധിയും ശ്രദ്ധിക്കേണ്ടതാണ്. അന്നുള്ളതെല്ലാം താരങ്ങളാണ്. താരങ്ങൾ ഈ പറയുന്ന ആകാര എന്താ നമ്മൾ പറയുന്നത്, അന്നത്തെ താരങ്ങൾക്ക് വേണ്ടതൊക്കെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മുകേഷിനൊക്കെ പോലെ ഉണ്ട്. അദ്ദേഹത്തിന് അതില്ലാതിരിക്കുമ്പോൾ എങ്ങനെ മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം പിടിക്കാം എന്ന് അദ്ദേഹം വളരെ തന്ത്രപരമായി ആലോചിച്ചു. അപ്പോൾ അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ നോക്കുമ്പോൾ അവർക്കാണ് പ്രധാനപ്പെട്ട വേഷം. ഗോളാന്തര വാർത്ത എഴുതിയിരിക്കുന്നു, കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ മമ്മൂട്ടി നോക്കുമ്പോൾ മമ്മൂട്ടിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം. അതിലുള്ളത് മരുത് എന്ന് പറയുന്ന മരുതല്ല, അതിനകത്തുള്ളത് ഈ കാരക്കൂട്ടിൽ ദാസൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗൂണ്ടയുടെ റോളാണ്. ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത പാരമ്പര്യം ഏതെങ്കിലും പഞ്ചായത്തിനുണ്ടോ എന്ന് ശങ്കരാടി ചോദിക്കുന്നത്. സ്വയം പരിഹസിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഗോളാന്തര വാർത്തയിൽ നമ്മുടെ ഏറ്റവും വലിയ മെമ്മറി എന്താണ്? ഉടുമ്പിനെ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് വാഴക്കൊല വെട്ടിയെടുത്ത് ദാസനത് കൊണ്ടുപോവാണ്, തടയാൻ ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. അല്ലെങ്കിൽ ഉടുമ്പിനെ ചുട്ടുകൊല്ലുന്ന കഥ പറയുന്ന, നന്നാക്കി എടുത്തതിന് ശേഷം പഞ്ചായത്ത് യോഗം കൂടുന്ന. ഇപ്പോഴും ആ സിനിമയിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിനേക്കാൾ നമ്മുടെ മനസ്സിലുള്ള സംഗതി കാരക്കൂട്ടിൽ ദാസനാണ്. അല്ലെങ്കിൽ മറവത്തൂർ കനവെന്ന സിനിമ അദ്ദേഹം എഴുതി, മമ്മൂട്ടിയാണ് നായകൻ. അതിൽ അദ്ദേഹം മരുത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഈ നെടുമുടി വേണുവിൻ്റെ ആശ്രിതനാണ്. മാമാ എൻ കുണ്ടിയിൽ ഗുണ്ടിരിക്ക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന രംഗമുണ്ട്. അത് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷമായിട്ട് മാറി.